സർക്കാർ സേവനങ്ങൾ ഏറ്റവും എളുപ്പത്തിലും വേഗത്തിലും പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുവാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു പോർട്ടൽ സംവിധാനമാണ് ഈ ഡിസ്ട്രിക്റ്റ് പോർട്ടൽ. ഈ ഒരു പോർട്ടൽ സംവിധാനം വഴി പ്രധാനമായും ലഭ്യമാവുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് അഥവാ വില്ലേജ് ഓഫീസ്, താലൂക്ക് ഓഫീസ് എന്നിവിടങ്ങളിലുള്ള സർട്ടിഫിക്കറ്റ് സേവനങ്ങളാണ്. ഉദാഹരണമായി വരുമാന സർട്ടിഫിക്കറ്റ്, ലീഗൽ ഹയർ സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് തുടങ്ങിയ സർട്ടിഫിക്കറ്റ് സേവനങ്ങൾ. ഈ ഒരു സംവിധാനം ഉപയോഗപ്പെടുത്തുവാൻ ആദ്യം വ്യക്തികൾക്ക് ഒരാൾക്കൊരു യൂസർ ഐ ഡിയും ആ ആളുമായി ബന്ധപ്പെട്ട ഫാമിലി മെമ്പേഴ്സിന് ഓരോ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്താണ് ഇത് ഉപയോഗപ്പെടുത്തുന്നത്. ഇതിനുവേണ്ടി e-district.kerala.gov.in എന്ന വെബ് പോർട്ടലോ കണക്കിലാണെങ്കിൽ നമ്മൾ e-district എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പോർട്ടൽ അഡ്രസ്സ് ലഭ്യമാവുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായി കാണിക്കുന്ന ഒരു യൂസർ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇതിനാവശ്യമുള്ളത് ആധാർ നമ്പർ, വ്യക്തിയുടെ പേഴ്സണൽ ഇൻഫർമേഷൻ, ഇമെയിൽ ഐ ഡി, മൊബൈൽ നമ്പർ എന്നിവയാണ്. ഈ ഒരു യൂസർ ഐ ഡി ക്രിയേറ്റ് ചെയ്താൽ പിന്നീട് ഓരോ ആപ്ലിക്കേഷനും ഈ ഒരു യൂസർ ഐ ഡി ഉപയോഗിച്ച് ചെയ്യാം. അത് നമ്മൾ വ്യത്യസ്തമായ വീഡിയോകളിലൂടെ കാണിക്കുന്നതാണ്. ഇത് എങ്ങനെ നമുക്ക് ഈ ഒരു യൂസർ ഐ ഡി ക്രിയേഷനും ഒരു വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് സ്ക്രീനിൽ നോക്കാം. ഇതിനായി ഇതിൻ്റെ പോർട്ടൽ എത്തണം. പോർട്ടലിൽ വന്നുകൊണ്ട് ഇവിടെ ക്രിയേറ്റ് യൂസർ അക്കൗണ്ട് എന്ന ബട്ടൺ കാണാം. ഇത് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഈ ഇൻഫർമേഷൻ നൽകണം. വ്യക്തിയുടെ അപേക്ഷകൻ്റെ പേര് അല്ലെങ്കിൽ യൂസർ ഐ ഡി ഉണ്ടാക്കുന്ന ആളുടെ പേര്, അയാളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അയാളുടെ ജെൻഡർ, അഡ്രസ്സ്, പ്ലേസ്, ലൊക്കാലിറ്റി, ഏത് ഡിസ്ട്രിക്റ്റാണോ ആ വിവരം, മൊബൈൽ നമ്പർ, അതേപോലെ തന്നെ ആധാർ നമ്പർ, പിന്നീട് ഇമെയിൽ ഐ ഡി. ഇമെയിൽ ഐ ഡിയാണ് നമ്മൾ യൂസർ ഐ ഡി ആയിട്ട് ഉപയോഗപ്പെടുന്നത്. പാസ്വേഡ് നൽകണം. പാസ്വേഡ് നൽകുമ്പോൾ നമുക്ക് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു ക്യാപിറ്റൽ ലെറ്റർ, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ എന്നിവ ഉൾപ്പെടുത്തുക. പിന്നീട് ഒരു ഹിൻഡ് ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും നൽകണം. പിന്നീട് ക്യാപ്ഷൻ നൽകിയതിന് ശേഷം ഐ അഗ്രി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് വാലിഡേറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യണം. പിന്നീട് നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP വരും, അതേപോലെ തന്നെ ഇമെയിലും വരും. അതിനുശേഷം കൺഫേം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യണം. യൂസർ ക്രിയേഷൻ സക്സസ്ഫുൾ എന്ന് കാണും. പിന്നീട് മുകളിലായിട്ട് ഇവിടെ സൈൻ ഇൻ എന്ന ബട്ടൺ കാണാം. ഇത് നൽകിക്കൊണ്ട് ലോഗിൻ ഐ ഡി ആയി ഇമെയിൽ ഐ ഡിയും പാസ്വേഡും ക്യാപ്ഷൻ നൽകി സൈൻ ഇൻ ചെയ്യണം. ഇപ്പോൾ ഈ ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു ഡാഷ്ബോർഡിലേക്ക് പ്രവേശിക്കുകയായി. ഇവിടെ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. അതിന് വൺ ടൈം രജിസ്ട്രേഷൻ അപ്ലിക്കൻ്റ് രജിസ്ട്രേഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യണം. പിന്നെ ആളുടെ പേര്, അതുപോലെ തന്നെ ജെൻഡർ, ജനനത്തീയതി, ഫോട്ടോ എന്നിവ നൽകണം. ഫോട്ടോയുടെ സൈസ് 20 KB ആണ്, അത് പ്രത്യേകം ഓർക്കുക. അതിനുശേഷം മേൽവിലാസം നൽകണം. മേൽവിലാസത്തിൽ വീട്ടു നമ്പർ അറിയുന്നത് 00 എന്ന് അടിച്ചു കൊടുത്താൽ മതി. ബാക്കിയുള്ള വിവരങ്ങൾ നൽകുക. പിൻകോഡ്, ഡിസ്ട്രിക്റ്റ്, താലൂക്ക്, അതുപോലെ തന്നെ ലോക്കൽ ബോഡി, വില്ലേജ് തുടങ്ങിയ വിവരങ്ങൾ നൽകിയ ശേഷം പെർമനൻറ്റ് അഡ്രസ് സെയിം ആണെങ്കിൽ സെയിം ആസ് ഫോർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം ആളുടെ ഫാദറിൻ്റെ പേര്, അതേപോലെ തന്നെ മദറിൻ്റെ പേര്, മെരിറ്റ് സ്റ്റാറ്റസ് തുടങ്ങിയ വിവരങ്ങൾ നൽകാം. ഇതിൽ എല്ലാം മാൻഡേറ്ററി അല്ല. ഈ വിവരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നൽകിയാൽ മതി. പിന്നീട് അടുത്ത സ്റ്റെപ്പിൽ ആധാർ നമ്പർ, അതേപോലെ തന്നെ റേഷൻ കാർഡ് നമ്പർ, ഇമെയിൽ ഐ ഡി, മൊബൈൽ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ നൽകണം. ഇതും പൂർണ്ണമായും മാൻഡേറ്ററി അല്ല. ആധാർ നമ്പർ നമുക്ക് വേണ്ടി വരും. ഈ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടോ അഥവാ നമ്മൾ അക്ഷയ സെൻ്ററുകളിൽ നിന്ന് മറ്റും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുവാനാണത്. ആധാർ നമ്പർ നൽകിയതിന് ശേഷം ചെക്ക് ഡ്യൂപ്ലിക്കേറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അത് വെരിഫിക്കേഷൻ, അതിൻ്റെ ഒരു വെരിഫിക്കേഷൻ അവിടെ നടക്കും. അതിനുശേഷം അഗ്രി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം വെരിഫൈഡ് എന്ന് കാണിക്കും. അതിനുശേഷം അഗ്രി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ പൂർണ്ണമായി എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് കാണിക്കും. ആ വ്യക്തിയുടെ വൺ ടൈം രജിസ്ട്രേഷൻ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ വീണ്ടും നമുക്കിവിടെ എഡിറ്റ് രജിസ്ട്രേഷനിൽ പോയി മാറ്റങ്ങൾ വരുത്താം. വിവരങ്ങൾ മാറ്റം വരുത്തിയതിന് ശേഷം സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അതുപോലെ ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് മൈ ഡോക്യുമെൻറ്റ്സിൽ പോയിട്ട് ആ വൺ ടൈം രജിസ്ട്രേഷൻ നടത്തിയ വ്യക്തിയുടെ ഡോക്യുമെൻറ്റ്സുകൾ അപ്ലോഡ് ചെയ്യാം. ഇങ്ങനെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പിന്നീട് ഏത് ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ അവിടെ അത് ഓട്ടോമാറ്റിക്കായി വരും. ഇതിൻ്റെ ഈ ഒരു ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുന്ന സൈസ് എന്ന് പറയുന്നത് 100 KB ആണെന്ന കാര്യം ഓർക്കുക. ഓരോ പേജിനും 100 KB ആണ്. ഇത് നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഒരു ഇൻകം സർട്ടിഫിക്കറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഡോക്യുമെൻറ്റ് ചെയ്തത് ഇവിടെ വരുന്നതായി കാണാം. ഇവിടെ നിന്നാണെങ്കിൽ നമുക്കത് പുതിയത് ബ്രൗസിൽ പോയി പുതിയതുമാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാൻ സൗകര്യമുണ്ട്. ഇനി നമ്മൾ വിവിധങ്ങളായ ആപ്ലിക്കേഷനുകൾ ചെയ്യലാണ്. ഓരോ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ മറ്റു വീഡിയോകളിൽ പരിശോധിക്കുന്നതാണ്. ഈ സേവന കേന്ദ്രം എന്ന ഈ യൂട്യൂബ് ചാനലിൽ സാധാരണക്കാർക്ക് ഏറെ ഉപകാരപ്പെടുന്ന അറിവുകളാണ് പങ്കുവെക്കുന്നത്. ഇത്തരം അറിവുകൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോകൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ലൈക്കായും ഡിസ്ലൈക്കായും രേഖപ്പെടുത്താം. നിങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും വീഡിയോയുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. താങ്ക് യു ഫോർ വാച്ചിങ്.